സ്കിപ്പ് ചെയ്യേണ്ട പറഞ്ഞിട്ട് യുൻഹോ അവിടെ നിന്ന് പോവുകയാണ്. അതെ, നെക്സ്റ്റ് ഡേ ആയി മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ പാർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യുങ് കണ്ടുപിടിച്ച ആ വേൾഡ് കോർപ്പറേഷനിലത്തെ ആ ഒരു ജോബ് തന്നെയാണ് ബെറ്റർ എന്ന് തീരുമാനിച്ചു. അവിടുത്തെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പാർക്ക് പോകാൻ നിൽക്കുകയാണ്. ഫൈനൽ ഇന്റർവ്യൂവിന് ആവാറായി. അപ്പോൾ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ പാർക്കിന് പകരം വേറൊരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മ് പറയുന്നുണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, സെർച്ചിങ് ആണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ജിയോൺ അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് ഇനി വർക്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓവർലാപ്പിംഗ് നടക്കരുത്, ടീം മെമ്പേഴ്സായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യണം. മാത്രമല്ല ടീമിനോട് കിമ്മിനെ ഹെൽപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. ജിയോൺ ഇത്രയും പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പൊ കിമ്മ് പറയുന്നുണ്ട് നമുക്ക് പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് വരാം എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗ്യോങ് എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അവൾക്കൊരു അക്വാർഡ് ഫീലിംഗ് തോന്നുകയാണ്. തലേ ദിവസം ഇവന്റെ കൂടെ ആർഗ്യൂ ചെയ്തുല്ലോ. അപ്പൊ ഇനി പെട്ടെന്ന് പഴയ പോലെ ഒന്നും സിങ്ക് ആവാൻ അവൾക്കും അവനും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. കിമ്മിനും ഗ്യോങ്ങിനും സംസാരിക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ യുൻഹോ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യുൻഹോ എന്നിട്ട് ഈ ഒരു കാര്യം ജിയോണിനോട് പറയുന്നുണ്ട്. അപ്പൊ ജിയോൺ പറയുന്നുണ്ട് ഇതൊക്കെ വർക്ക് പ്ലേസിൽ നോർമലാണ്, എനിക്ക് എന്റെ എംപ്ലോയീസിനോടൊക്കെ ഈ ഒരു ഇത് തോന്നാറുണ്ട്. അപ്പൊ യുൻഹോ ചോദിക്കുന്നുണ്ട് അല്ല എന്നോടും ഈ അക്വാർഡ്നെസ് തോന്നാറുണ്ടോ ചോദിക്കുമ്പോൾ നമ്മുടെ ജിയോൺ പറയുന്നുണ്ട് ആ തോന്നാറുണ്ടല്ലോ, അതൊക്കെ നാച്ചുറലാണ്, ഒരു വർക്ക് പ്ലേസ് അല്ലേ എന്ന് പറയാണ്. ജിയോൺ ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇവനോട് പറയുന്നത് നമ്മുടെ യുൻഹോയും തീരെ പ്രതീക്ഷിച്ചില്ല. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സഹ്യോന്റെ കൂടെ ഫുഡ് കഴിക്കാണ് കേട്ടോ യുൻഹോ. സുഹ്യോൻ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബേക്കറിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ സുഹ്യം പറയുന്നത് ഇനി വരുമ്പോ പിള്ളേരെയും കൂട്ടി വരണം, അവർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ യുൻഹോ ഇവിടുത്തെ കുറച്ച് ബ്രെഡൊക്കെ പാക്ക് ചെയ്ത് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ സുഹ്യോട് എന്തിനാ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ ബോസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ സഹ്യം ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഒരു സെക്രട്ടറിയുടെ ജോബാണോ, ലഞ്ചൊക്കെ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് എന്റെ ബോസിന് ഇന്ന് വർക്ക് പുറത്താണ്, അപ്പൊ എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കഴിച്ചു കാണില്ല, അപ്പൊ ഞാനിത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് കഴിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് ജിയുണ്ണ ഓപ്പോസിറ്റ് റോഡിൽ ഇവൻ കാണുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ അതെന്റെ ബോസാണ്, ഞാൻ ബോസിന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഇവളോട് ബായ് ഒക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. ഹ്യോണ്ണാണെങ്കിൽ ഇവന്റെ ബോസ് ഒരു ലേഡിയാന്ന് ഇതുവരെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ലേഡിയാണെന്ന്. നെക്സ്റ്റ് സീനിൽ ഇവൻ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ലിഫ്റ്റിൽ കയറുകയാണ് കേട്ടോ. അപ്പൊ ഇവളുടെ കൂടെയാണ്. അപ്പൊ മെല്ലെ ഓപ്പൺ ചെയ്ത് പിടിക്കുകയാണ് കവർ. അപ്പൊ ഇവൾക്ക് ശരിക്കും കാണാം എന്താ അതിലുള്ളതെന്ന്. ജിയുണ്ണോട് വേണോ എന്നൊന്നും ചോദിക്കുന്നില്ല, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ കവർ ഒരു സൈഡിലേക്ക് മാറ്റുമ്പോഴേക്കും ഇവള് പെട്ടെന്ന് കവർ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് ഒരു ബ്രെഡ് ഇട്ട് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ ഫേവറേറ്റ് ആ ഒരു ബേക്കറിയിൽ നിന്ന് തന്നെയാണ് ഈ ബ്രെഡ് വാങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവള് മെല്ലെ കഴിച്ചു നോക്കുമ്പോഴാണ് ഈ ലിഫ്റ്റ് പെട്ടെന്ന് ഇവരുടെ പീപ്പിൾസിന്റെ 8th ഫ്ലോറിലെത്തുന്നത്. അവനാണെങ്കിൽ ആ കവർ അപ്പം തന്നെ അവൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ ഓഫീസിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇവർ ഓഫീസിൽ കയറിയപ്പോൾ അവിടെ ഒരു ഡെലിവറി ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ലേഡി ആണെങ്കിൽ നമ്മുടെ യുൻഹോനോട് ഒരുപാട് കമ്പനി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വന്ന് ഇവനുമായിട്ട് ഒരുപാട് പരിചയപ്പെട്ടു. ഇതെല്ലാം നമ്മുടെ ജിയുൺ നോട്ട് ചെയ്യുന്നുണ്ട്. യുൻഹോ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നതിനിടയ്ക്കൊക്കെ ഇവൻ കിമ്മിനെയും ഗ്യോങ്ങിനെയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്കിടയിൽ ഒരു ഭയങ്കര അക്വാർഡ്നെസ് ഉണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യമൊക്കെ നമ്മുടെ സിയോനോടും ലോലിപോപ്പിനോടും ഇവൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലോലിപോപ്പും സിയോയും പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് സോൾവ് ആവുന്ന ഒരു പ്രശ്നമുള്ളൂ പറയുമ്പോൾ നമ്മുടെ യുൻഹോ പറയുന്നുണ്ട് അവരൊരുമിച്ച് ഫുഡെങ്കിലും കഴിച്ചാലല്ല ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുള്ളൂ എന്ന് പറയാണ്. അപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റിയ ഒരു ഐഡിയ വരുന്നത്, ഒരു വെൽക്കം പാർട്ടി നടത്തണം എന്ന് പറയാണ് കേട്ടോ സിയോ. ആരുടെ വെൽക്കം പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുൻഹോ വന്നിട്ട് ഇതുവരെ ഒരു വെൽക്കം പാർട്ടി ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ നിനക്ക് തന്നെ ആയിക്കോട്ടെ വെൽക്കം പാർട്ടി എന്ന് പറയാണ്. അങ്ങനെ ഈ വെൽക്കം പാർട്ടി നടത്താനുള്ള പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജിയൂണിന്റെ അടുത്തേക്ക്. ജിയൂൺ ആണെങ്കിൽ ഒരു രീതിയിൽ പെർമിഷൻ കൊടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സിയോടെയും ലോലിപോപ്പിന്റെ ഒക്കെ നിർബന്ധം കാരണം പെർമിഷൻ കൊടുക്കാണ്, ആയിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. നമ്മുടെ ജിയൂണിന്റെ അഭിപ്രായത്തിൽ ഈ വെൽക്കം പാർട്ടി അല്ലെങ്കിൽ കമ്പനി ഡിന്നർ എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സഹ്യോനെയും അവളുടെ അമ്മേനെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏതാ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സും ഇതൊക്കെ വെക്കുന്ന ആ ഒരു മെമ്മോറിയൽ പ്ലേസ് ആണ്. സുഹ്യോന്റെ അമ്മയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളുടെ ഹസ്ബൻഡാണ് മരിച്ചിരിക്കുന്നത്, ആ അമ്മയുടെ മകനാണ്, അതായത് ഇത് ഇവളുടെ അമ്മായിയമ്മയായിട്ട് വരും. ഈ അമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ സഹ്യോൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ സഹ്യോൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു മകനുണ്ട്, ഞാൻ ഹാപ്പിയാണ്, നമ്മൾ ഒരുമിച്ചല്ല ജീവിക്കുന്നതെന്നൊക്കെ പറയാണ്. ആ സമയത്ത് യുൻഹോ ഈ പിള്ളേരുടെ വീഡിയോ ഒക്കെ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾ ഓൾറെഡി സാഡ് ആയിരിക്കുന്ന അവനറിയാം യുൻഹോയ്ക്ക്, അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ മിസ്റ്റർ വൂ ആയിട്ട് ഒരു ഡിന്നറിന് വന്നിരിക്കുകയാണ് കേട്ടോ. വൂ എന്ന് പറയുന്നത് നമ്മുടെ ലോലിപോപ്പിന്റെ അച്ഛനാണ്. ലോലിപോപ്പ് ആണെങ്കിൽ നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോലിപോപ്പിനെ ജിയൂണിന് ഈ ലോലിപോപ്പിന്റെ ഹൈസ്കൂളിന് മുമ്പ് തൊട്ടേ ഒരു പരിചയമൊക്കെ ഉണ്ട്. മിസ്റ്റർ വൂനാണെങ്കിൽ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. ഒരു തവണ ഇവളോട് മിസ്റ്റർ വൂ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് പറയാണ്.
അവനിപ്പോഴും ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല, അങ്ങനെ കാണണ്ട. നീ തന്നെയല്ല അവനൊരു അഡൾട്ട് ആക്കിയത്. അതായത് അവന്റെ ആ ഒരു ടീനേജിലത്തെ കുട്ടികളെയൊക്കെ മാറ്റി ഒരു അഡൾട്ട് ഏജിലേക്ക് എത്തിച്ചത് നീ തന്നെയാണ്. അതിന്റെ മെന്റർ നീയാണെന്നാ പറയുന്നത്. അപ്പൊ അതിനുള്ള മറുപടിയൊന്നും ഇവൾ അവിടെ പറയുന്നില്ല. ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ മിസ്റ്റർ വൂയും ഇവരുടെ കല്യാണത്തെ കുറിച്ചൊക്കെ. പോവാൻ നേരം ഇവളോട് കുറച്ചു നേരം കൂടി നമ്മുടെ ലോലിപോപ്പ് സംസാരിക്കുമ്പോൾ ലോലിപോപ്പിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും കിഡായിട്ട് തന്നെയാണ് കാണുന്നതെന്ന്. നെക്സ്റ്റ് ഡേ ഇവൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഡെലിവറി ലേഡി ഇവളുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഹെൽത്തിന്റെ ജ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സെക്രട്ടറി എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പീപ്പിൾസിലത്തെ CEO അല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഇവളുടെ ടേബിളിന്റെ മേലെ ഒരു 4-5 പാക്കറ്റ് ഈ സെയിം പാക്കറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നായകൻ കയറി വരുന്നത്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് കുറെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഹെൽത്തി ആണെന്നാട്ടോ അവള് പറയുന്നത്. യുൺഹോ ആണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ ഷർട്ടിന്റെ കോളർ മടങ്ങിയിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് അത് നിവർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവള് ഒരുപാട് ബ്ലഷ് ഒക്കെ ആവുന്നുണ്ട്. ഇവന്റെ മുമ്പിൽ കാണിക്കുന്നൊന്നുമില്ല, എങ്കിലും ഒരു കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് 2-3 സെക്കൻഡ്. നെക്സ്റ്റ് സീനില് വാഷ്റൂം ആട്ടോ കാണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഗേൾസ് ഒക്കെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുൻഹോ ആണ്. ഭയങ്കര ഹാൻഡ്സ് അല്ലേ കാണാൻ, എങ്ങനെയെങ്കിലും അവനെ സെറ്റ് ആക്കണം. ഇന്നത്തെ മീറ്റിംഗില് അല്ല ഇന്നത്തെ പാർട്ടിക്ക് ഒരുമിച്ചാണ്, അവന്റെ അടുത്താണ് ഞാൻ ഇരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആട്ടോ ഒരു രണ്ടുപേരും. ഇവരാണെങ്കിൽ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വാഷ്റൂമിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ നായിക വരികയാണ് കേട്ടോ. അപ്പൊ അവള് വിചാരിക്കുന്നുണ്ട് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇവള് വരുന്നത്. യൂൺ ഓഫീസിലേക്ക് കയറുമ്പോൾ കാണുന്നത് നേരത്തെ ഈ വാഷ്റൂമിൽ നിന്ന ഗേൾസ് ഇവനോട് ഒരുപാട് ക്ലോസ് ആയി ബിഹേവ് ചെയ്യുന്നതാണ് കേട്ടോ. ചെറിയൊരു ജലസിയൊക്കെ ഇവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ഇവളി ആലോചിക്കുന്നത്. അതേ ഇവളുടെ വർക്കിലേക്ക് പോവാണ് കേട്ടോ. കുറെ കഴിയുമ്പോൾ ഇവള് പെട്ടെന്ന് സെക്രട്ടറിനെ വിളിക്കുകയാണ്, അതായത് യുൺഹോ എന്ന് പറയുന്ന വിളിക്കുകയാണ്. ആരും വരാതെ ആയപ്പോ തല പൊതിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് ഓഫീസിൽ ആരുമില്ല, എല്ലാവരും വെൽക്കമിങ് പാർട്ടിക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്ന കേട്ടോ. ഈ വെൽക്കം പാർട്ടിക്കാണെങ്കിൽ എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. ഇവിടെ സിഒയും അതുപോലെ തന്നെ കിമ്മും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇവനെ വെൽക്കം ചെയ്യാൻ കേട്ടോ. ഇത്ര നാളായിട്ട് വെൽക്കം പാർട്ടി തരാനൊന്നും പറ്റിയില്ല, ഇപ്പോഴാണ് തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലോലിപോപ്പ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, എന്റെ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ, പക്ഷെ ഇന്നത്തെ ട്രീറ്റ് ഫുള്ള് എന്റെ വകയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കാർഡ് അവൻ പൊക്കി കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ കിം ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് എല്ലാവരോടും ചീഴ്സ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്യുങ് മാത്രം തിരിച്ച് ചീഴ്സ് ഒന്നും പറയുന്നില്ല കേട്ടോ കിമ്മിനോട്. ആ സമയത്താണ് കിമ്മിനൊരു ഫോൺ വന്നിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നത്. നമ്മുടെ യുൺഹോ ഇത്ര നേരം ഇരുന്നിരുന്നത് നമ്മുടെ ഗ്യോങ്ങിന്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കിം എഴുന്നേറ്റ് പോയി ആ സീറ്റിൽ പോയിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കിമ്മിന് സീറ്റ് കിട്ടുന്നത് നമ്മുടെ ഗ്യോങ്ങിന്റെ അടുത്താണ് കേട്ടോ. അതെ, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് നമ്മുടെ കിമ്മാണ് കേട്ടോ സ്ഥിരം ചളിയടിച്ച് ഒരു കവിതയൊക്കെ ഉണ്ടാക്കി പാടാറുള്ളത്. ആ പാട്ടിനാണ് നമ്മുടെ ഗ്യോങ് എപ്പോഴും കൈകൊട്ടിച്ചിരിക്കാറുള്ളത്. അതുപോലെ അവൻ തന്നെ സ്വയം ഒരു പാട്ട്, ഒരു കവിത അങ്ങ് ചൊല്ലുകയാണ് കേട്ടോ. അത് കേട്ടിട്ട് ആരും തന്നെ കൈയടിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഗ്യോങ് 2 കൈയടിക്കുകയാണ് കേട്ടോ. ഉറക്കെ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വായൊക്കെ പൊത്തിപ്പിടിക്കുകയാണേ. അപ്പൊ അവള് പെട്ടെന്ന് അക്വാർഡായിട്ട് ആ കൈ ഉയർത്താൻ വന്നതും സംസാരിക്കാൻ വന്നതൊക്കെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇവരോട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 പേരുടെയും സെൻസ് ഓഫ് ഹ്യൂമർ ഒരുപോലെയാണ്, നിങ്ങൾക്ക് 2 പേർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്നാണ് നമ്മുടെ ഗ്യുങ് അവളുടെ ഗ്ലാസ് നീട്ടുന്ന കേട്ടോ നമ്മുടെ കിമ്മിന്. എന്നിട്ട് കിമ്മിനോട് സോറി പറയാണ്, ഞാൻ ഒരുപാട് ഗ്രീഡി ആയി പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് കേട്ടോ. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കിമ്മാണെങ്കിൽ അതൊന്നും വിഷയമുള്ള കാര്യമല്ല, അതൊന്നും അത്ര കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും പഴയ പോലെ ഹാപ്പി ആവുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ജിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ യുൺഹോ അയച്ചതായിരുന്നു. അപ്പൊ യുൺഹോ ഒരു ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്, നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ ഈ വെൽക്കം പാർട്ടി നടത്തുന്ന ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ യുൺഹോ സുഹ്യോണിനെ കോൾ ചെയ്യാണ്, എന്തായാലും വരാൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ ലോലിപോപ്പ് പോവുകയാണെന്ന് പറയുന്നത്. ലോലിപോപ്പ് യുൺഹോനോട് പറയുന്നുണ്ട്, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, അപ്പൊ നമുക്ക് പിന്നെ കാണാം, ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സഹ്യോനാണെങ്കിൽ ഫോണിൽ നമ്മുടെ യുൺഹോ ആയിട്ട് സംസാരിച്ചിട്ട് ബ്ലഷ് ആവുകയാണ് കേട്ടോ. അപ്പൊ ഇവളുടെ ബ്ലഷ് ഒക്കെ കണ്ടിട്ട് മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഭയങ്കര ഹോട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യുൺഹോ സംസാരിച്ച് കോളൊക്കെ കട്ടാക്കി കഴിയുമ്പോഴാണ് കുറെ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ പോകുന്ന വോയിസ് ഇങ്ങനെ കേൾക്കുന്ന കേട്ടോ. അപ്പൊ അവന് പെട്ടെന്ന് അവന്റെ പാസ്റ്റിലത്തെ ഒരു മെമ്മറി വരികയാണ്. ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ആയിരിക്കാം. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയറും അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടീനെയൊക്കെ കേട്ടോ കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജിയോൺ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ജിയോണാണെങ്കിൽ ഇവനെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഇവൻ വിളി കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജിയോണിനെ കാണുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപ് ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസും അങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിയോണിനെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേസമയം നമ്മുടെ ലോലിപോപ്പ് ആണെങ്കിൽ ജിയോൺ ഓഫീസിൽ ഫുഡൊന്നും കഴിക്കാതിരിക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജിയോണിനൊക്കെയുള്ള ഡിന്നറൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ജിയോൺ മാത്രമല്ല.
അപ്പോൾ അവനാണെങ്കിൽ പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുമുണ്ട്. അതേസമയം നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഈ എംപ്ലോയീസിന്റെ കൂടെ പുതിയൊരു ബാറിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കരാവക്കെ ഒക്കെ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സിഒ വന്നിട്ട് എല്ലാ സ്റ്റാഫിനോടും പറയുന്നുണ്ട്, എല്ലാവരും ക്യൂ ആയിട്ട് വന്ന് നിൽക്ക്, എല്ലാവരും നമ്മുടെ ജിയോന്റെ കൂടെ ഒരു ചീഴ്സ് പറഞ്ഞ് കുടിച്ചിട്ട് പോയാൽ മതി പറയാണ്. അതോടുകൂടി എല്ലാ സ്റ്റാഫും കൂടിയിട്ട് ഇവളുടെ അടുത്ത് ചീഴ്സ് പറയാൻ വേണ്ടി വരികയാണ് കേട്ടോ. ആരോടും ഇവള് നോ എന്ന് പറയുന്നില്ല, എല്ലാവരും ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജിയോൺ കുടിക്കുന്നുണ്ട്. ലാസ്റ്റ് ജിയോൺ വീണ്ടും കുടിക്കാൻ നിൽക്കുമ്പോൾ അത് വാങ്ങി നമ്മുടെ യുൻഹോ കുടിക്കുകയാണ് കേട്ടോ. ഒരു ജെന്റിൽമാൻ ടച്ചാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ സിഒ നമ്മുടെ ജിയോണിനെയും കൊണ്ടുപോയിട്ടാണ് പാട്ട് പാടുന്നത് കേട്ടോ. ആർക്കും സിയോടെ പാട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ജിയോൺ ആണെങ്കിൽ നമ്മുടെ സിയോടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. സിഒ ജിയോണിനെ വിടാതെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജിയോണിന് അവിടെ നിന്ന് പോകാനും പറ്റില്ല. ഇതേ സമയം കിമ്മും ബാക്കിയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിലത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ യുൻഹോനെ നോക്കുമ്പോൾ യുൻഹോ ആരെ വാച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായികേനെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഓൾറെഡി ഡ്രങ്കൺ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഭയങ്കര ഡ്രങ്കൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യുൻഹോ ഇവളെ ഒരു സൈഡിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ആ ഒരു ബിൽഡിങ്ങിന് പുറത്ത് റോഡിന്റെ സൈഡിലായിട്ട് കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇപ്പൊ വരാം, 1 മിനിറ്റ് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കിമ്മും ഗ്യോങ്ങും അവർക്കിടയിലുള്ള ആ ഒരു പ്രോബ്ലം ഒക്കെ അവിടെ പറഞ്ഞ് സോൾവ് ചെയ്യാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും പിരിയുന്നത്. കിമ്മിനോട് അവൾ പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിമ്മാണെങ്കിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതൊന്നും ഇനി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനിയിപ്പോൾ പഴയതൊന്നും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. യുൻഹോ ആണെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ജിയോൺ ഇല്ല കേട്ടോ. അപ്പോൾ സിയോനോട് അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയോ പറയുന്നുണ്ട്, അവളെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട, അവൾ നാളെ കാലത്ത് നേരെ ഓഫീസിൽ വരും, ഡോണ്ട് വറി എന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ സിയോയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് നീ ഭയങ്കര ഹാപ്പി ആണല്ലോ, എന്ത് പറ്റി ചോദിക്കുമ്പോൾ സിയോ പറയുന്നുണ്ട്, ഇന്ന് ജിയോൺ വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാണ്. ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവൾക്ക് മാറ്റിയിടാനായിട്ട് ഒരു ഷൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അങ്ങനെ നമ്മുടെ യുൻഹോ ആണെങ്കിൽ തിരിച്ച് ഓഫീസിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവിടുത്തെ സോഫയിൽ നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുന്ന നമ്മുടെ ജിയുണ്ണെ കാണുന്നത്. അവൻ 1-2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് വിളിയൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് അവൾക്ക്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജിയുൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് തൊട്ടപ്പുറത്ത് ഇരുന്നുറങ്ങുന്ന നമ്മുടെ നായകനെയാണ്. ജിയോനാണെങ്കിൽ അത്ര കോൺഷ്യസ് ഒന്നുമല്ല, അത്ര ബോധത്തിലൊന്നുമല്ല. അവൾ എഴുന്നേറ്റിരുന്നിട്ട് അവൻ്റെ ലിപ്സിലൊക്കെ ഇങ്ങനെ മെല്ലെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയോൻ പറയുന്നുണ്ട്, ശരിക്കും നിന്നെ കാണാൻ നല്ല ഹാൻഡ്സ് ആണ്, നല്ല അടിപൊളിയാ നീ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു കിസ്സിലേക്ക് പോകുന്ന ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. കിസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.